ഈ കഥയിലെ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികം മാത്രം. ഇല്ല അമ്മേ, ഒന്നിനെയും വെറുതെ വിടാൻ പാടില്ല. അയാൾ എന്റെ സ്വന്തം അച്ഛനായിരിക്കാം, പക്ഷേ അയാൾ കെട്ടിപ്പൊക്കിയ ഈ ഷികാവത് സാമ്രാജ്യം മുഴുവനും അമ്മയെ ചതിച്ചുണ്ടാക്കിയതാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അയാളുടെ മകൻ ദീപകിന് വേണ്ടി സ്വന്തം ജീവൻ പോലും കളയാൻ തയ്യാറായി നടക്കുന്ന അയാൾക്ക് ഏറ്റവും കഠിനമായ ശിക്ഷയാണ് നമ്മൾ കൊടുക്കേണ്ടത്. ദീപക് എന്റെ സ്വന്തം ചോരയായിരിക്കാം, പക്ഷേ അവന്റെ രക്തം കൊണ്ട് തന്നെ ഞാൻ അയാൾക്ക് പ്രതികാരം എന്നത് കാട്ടിക്കൊടുക്കും. ദീപകിനെ മാത്രമല്ല, മോക്ഷിനെയും ആ സ്വപ്നയെയും എല്ലാവരെയും ഞാൻ കൊല്ലും. ഹേയ് നന്ദഗോപാല, നീ എന്റെ അച്ഛനായിരിക്കാം, പക്ഷെ ഈ ലോകത്തിലെ ആർക്കും ഇതുപോലൊരു അച്ഛൻ ഉണ്ടാകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സത്യങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നു അമ്മേ. എടുത്തു ചാടി പ്രതികരിക്കാതെ കൃത്യസമയത്തിനായി ഞാൻ കാത്തിരിക്കും. ഞാൻ എങ്ങനെ എന്റെ സരോജിനി അമ്മയുടെ കയ്യിലെത്തി എന്ന ചോദ്യത്തിന് എന്റെ പക്കൽ ഉത്തരവില്ല, അതും എനിക്ക് കണ്ടെത്തണം. ഇത്രയും പറഞ്ഞ് വൃന്ദ മാതുലികയെ കെട്ടിപ്പിടിച്ചു. ഇതേ സമയം ആലിയ ദേഷ്യത്തിൽ അമ്പലത്തിൽ തന്നെ നിന്നുകൊണ്ട് സ്വയം പറഞ്ഞു, അമ്മ എന്നെ തല്ലിയിരിക്കുന്നു. വൃന്ദയാണ് നിഷികന്ത എന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഞാൻ കാരണമാ വൃന്ദയ്ക്ക് ദീപകിനെ വിവാഹം കഴിക്കേണ്ടി വന്നത്. എന്റെ തെറ്റ് ഞാൻ മനസ്സിലാക്കുന്നു മഹാദേവ. അത് തിരുത്താൻ എനിക്ക് നീ അവസരം തരണം. അമ്മ എന്നോട് ദേഷ്യപ്പെട്ടു പോയിരിക്കുകയാണ്. എനിക്ക് അമ്മയെയും നിശ്ചയിച്ചേയും കണ്ട് എല്ലാത്തിനും മാപ്പ് പറയണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ആലിയ അമ്പലത്തിൽ നിന്നും പോയി. ഇതേസമയം സ്വപ്ന നന്ദനോടായി പറഞ്ഞു, നന്ദേട്ടാ, അടുത്ത 28 ദിവസം കഴിയുമ്പോൾ വരുന്ന ദിവസം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ചന്ദ്രൻ സൂര്യനെ മറയ്ക്കുന്ന, ഭൂമി മുഴുവൻ നീലാകാരമാകുന്ന നീലേശ്വര രാത്രിയാണ് വരാനിരിക്കുന്നത്. അന്നത്തെ ആ രാത്രി നമുക്ക് രുദ്രമാണിക്യം കൈക്കലാക്കണം. അറിയാമല്ലോ, 25 വർഷങ്ങൾക്ക് മുമ്പ് രുദ്രമാണിക്യത്തിനൊന്ന് സ്പർശിച്ചപ്പോൾ നമ്മൾ സമ്പന്നരായി മാറിയത്. അപ്പോൾ രുദ്രമാണിക്യം തന്നെ നമ്മുടെ കൈകളിലുണ്ടെങ്കിൽ ഒരിക്കലും ആരും നമ്മളെ തകർക്കാൻ കഴിയാത്ത രീതിയിൽ നമ്മൾ സമ്പന്നരായി മാറും. പിന്നെ ഒരു മത്സ്യകന്യകയെയും നമ്മൾ പേടിക്കേണ്ട കാര്യവുമില്ല. ദീപക് ഇതേ സമയം ആ പുസ്തകം തുറന്നു. ആ പുസ്തകത്തിന്റെ ഓരോ പേജുകളിലും മത്സ്യകന്യക ലയയുടെയും മഹാമത്സ്യറാണി മേഘയുടെയും ശേഷ മത്സ്യറാണി പ്രതയുടെയും പ്രീതിയുടെയും ചിത്രം ഉണ്ടായിരുന്നു. ഓരോ ഫോട്ടോയ്ക്ക് താഴെ അവരവരുടെ പേരുകൾ എഴുതി വെച്ച് അവരുടെ ജീവിത കഥയും അതിൽ വിശദീകരിച്ച് എഴുതിയിരുന്നു. അല്പനേരം ദീപക് മത്സ്യകന്യക ലയയുടെയും മഹാമത്സ്യറാണി മേഘയുടെയും കഥ വായിച്ചു. ഈ കഥകളൊക്കെ വളരെ വിചിത്രമാണല്ലോ. എന്തായാലും ഈ പുസ്തകം മുഴുവൻ വായിച്ചു കഴിഞ്ഞാൽ മത്സ്യകന്യകമാരെ കുറിച്ച് കൂടുതൽ അറിയാൻ കഴിഞ്ഞേക്കും. ദീപക് ആ പുസ്തകവും എടുത്ത് തന്റെ റൂമിലേക്ക് പോകാൻ തുടങ്ങി. ദീപക് പോകാൻ തുടങ്ങവേ ദൂരെ നിന്നും ആ പുസ്തകത്തിന്റെ ഒരു പേപ്പർ പറന്നു വന്ന് അവന്റെ ദേഹത്ത് തട്ടി. ആ പേപ്പർ എടുത്തു നോക്കിയ ദീപക് ഞെട്ടിപ്പോയി. മത്സ്യനാഗിനി പ്രാർത്ഥനയുടെ ചിത്രമായിരുന്നു അത്. ഇതെന്താ മത്സ്യനാഗിനിയോ? TV സീരിയലിൽ കാണുന്ന നാഗകന്യകമാർ പോലെ മത്സ്യകന്യകമാരും യഥാർത്ഥത്തിലുണ്ടെങ്കിൽ ഇരുവർക്കും കൂടി ഒരു പെൺകുഞ്ഞ് ജനിച്ചാൽ ഇതുപോലെ മത്സ്യനാഗിനി ആയിരിക്കും. ഈ മത്സ്യനാഗിനിയുടെ മക്കളൊക്കെ അപ്പോൾ അതീവ വിചിത്ര ജീവികളായിരിക്കും. ഇത്രയും പറഞ്ഞ് ദീപക് ആ ചിത്രവും ബുക്കിനുള്ളിൽ വെച്ച് അവിടെ നിന്നും പോയി. ഇതേ സമയം സ്വപ്ന നന്ദനോടായി പറഞ്ഞു, 28 ദിവസം കഴിഞ്ഞാൽ വരുന്ന ആ നീലേശ്വര ദിനത്തിൽ രുദ്രമാണിക്യം അതിന്റെ യഥാർത്ഥ അവകാശം തന്നെ സ്വന്തമാക്കണം. രുദ്രമാണിക്യം എന്നാൽ മത്സ്യലോകത്തിന്റെയും നാഗലോകത്തിന്റെയും കൂടി അമൂല്യ നിധിയാണ്. മത്സ്യലോകത്തിന്റെ ഇന്ദ്രനീലവും നാഗലോകത്തിന്റെ നാഗമാണിക്യവും ചേർന്നുണ്ടായ ആ രുദ്രമാണിക്യം എടുക്കാൻ കഴിയുന്നത് മത്സ്യലോകത്തെ രാജകുമാരികൾക്ക് മാത്രമല്ല, ദീപക്കാണ് രുദ്രമാണിക്യത്തിന്റെ യഥാർത്ഥ അവകാശി. രണ്ട് ലോകങ്ങളുടെ രക്തം ഒന്നാകുന്ന നിമിഷം ഒരു അപൂർവ ജീവി ജനിക്കും. അതാണ് എൻ്റെ മോൾ. മഹാദേവ, നീ എന്തിനാ എന്നെ
ഇങ്ങനെ ഒരു പരീക്ഷണത്തിൽ തളച്ചിട്ടത്. ഇന്ന് മുതൽ നിങ്ങൾ രണ്ടുപേരും എൻ്റെ രണ്ട് കരങ്ങളാണ്. നിന്റെ കൈകൊണ്ട് മരിക്കാനാണ് എനിക്ക് വിധിയെങ്കിൽ ഞാനതിന് തയ്യാറാണ്. അവൻ എന്നെ സ്നേഹിച്ചോട്ടെ, ആ സ്നേഹം തന്നെയാവണം അവനുള്ള കെണി. എന്നോട് നിനക്ക് പറയാൻ കഴിയാത്ത അത്രയ്ക്കും അന്യനായി മാറിയോ ഞാൻ? വൃന്ദ, നീ എന്തിനായി കരയുന്നത്? തുടരുതന്നെ. സഹോദരനോട് പ്രണയം തോന്നുന്നത് മഹാപാപമാണ്. നിശ്ചയിച്ചിയുടെ കണ്ണുകളിൽ അവനോടുള്ള സ്നേഹം ഞാൻ കാണുന്നുണ്ട്. നമ്മൾ തമ്മിലുള്ള ഈ ബന്ധം ഇത് നാശത്തിലേക്കുള്ള വഴിയാണ്. നിശ ചേച്ചി മടിക്കുകയാണെങ്കിൽ ഞാൻ തന്നെ ദീപകിനെ കൊല്ലും അമ്മേ. നീ എന്തിനാ ദീപകിനെ കൊല്ലുന്നത്? അതിന് നിഷികതയില്ലേ?